ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിക്കുന്നവർ അതിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് എത്ര കാലം മുമ്പുള്ളത് വരെ കണ്ടെത്താൻ സാധിക്കും. ഗൂഗിൾ പേയും ഫോൺ പേയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഗൂഗിൾ പേയിലാണെങ്കിൽ 6 മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുമാത്രമല്ല ഫോൺ പേ ആണെങ്കിലോ ഫോൺ പേയിൽ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് അതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ, നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം. അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ബയോമെട്രിക് ചോദിക്കും. ബയോമെട്രിക് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. സി ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നമ്മുടെ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വന്നിട്ടുണ്ട്. ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട് മുകളിൽ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ ഗെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 1 മന്ത്, ലാസ്റ്റ് 3 മന്ത്സ്, അതുപോലെ തന്നെ ലാസ്റ്റ് 6 മന്ത്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലാസ്റ്റ് 6 മന്ത്സ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്ത ഉടനെ തന്നെ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫയൽസ് ബൈ ഗൂഗിളിൻ്റെ ഗാലറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ ഉടനെ തന്നെ സേവ് ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്ത ഉടനെ തന്നെ അത് ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞു. കണ്ടോ, ഇവിടെ ഗാലറി സേവ് ആയി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗാലറിയിൽ സേവ് ചെയ്ത ആ ഒരു GPയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത് കണ്ടോ, 6 മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും ആർക്കൊക്കെയാണ് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, ആരിൽ നിന്നൊക്കെയാണ് നമുക്ക് ക്യാഷ് വന്നിട്ടുള്ളത് എല്ലാം കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഫോൺ പേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ പേ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബയോമെട്രിക് ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ വലതുവശത്ത് ഹിസ്റ്ററി എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒരു മാസത്തേത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മുകളിൽ തന്നെ മൈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ലാസ്റ്റ് 30 ഡേയ്സ്, ലാസ്റ്റ് 90 ഡേയ്സ്, ലാസ്റ്റ് 180 ഡേയ്സ്, ലാസ്റ്റ് 365 ഡേയ്സ്. ഇനി നമുക്ക് ഡേറ്റ് ബേസിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അതിനുള്ള ഓപ്ഷനും കൂടി നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ 90 ഡേയ്സ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഡൗൺലോഡ് കൊടുത്ത ഉടനെ തന്നെ ഇത് ഗാലറിയിൽ സേവ് ആകും. ഇപ്പോൾ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ തന്നെ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ക്ലോസ് ചെയ്യാണ്. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത GPയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. ഫോൺ പേയുടെ സ്റ്റേറ്റ്മെൻറ്റ് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു 90 ഡേയ്സിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഫോൺ പേയുടേതാണെങ്കിലും GPയുടേതാണെങ്കിലും മാക്സിമം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ രൂപത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാൻ സാധിക്കും. ആവശ്യത്തിന് അനുസരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.